നമസ്കാരം കുമാർജി. ധീവരസഭയുടെ 50-ാം വാർഷികമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1976 ധീവരസഭ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ 1910 തന്നെ പണ്ഡിറ്റ് കറുപ്പൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞിരുന്നു. പണ്ഡിറ്റ് കറുപ്പൻ മലയാളികൾക്ക് ഒരിക്കലും വിസ്മരിക്കാനാകില്ല. ലിങ്കൺ ഓഫ് കേരള എന്നൊക്കെ അറിയപ്പെടുന്ന മഹാത്മാവാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾ അത്യധികം ആവേശോജ്വലമാകുന്ന ഒരു ചരിത്രം പണ്ഡിറ്റ് കറുപ്പനുണ്ട്. അദ്ദേഹം നടത്തിയ കായൽ സമ്മേളനമൊന്നും അവിസ്മരണീയമായ ഏടാണ്. മലയാളികളുടെ നവോത്ഥാന മൂല്യങ്ങളിൽ ഏറ്റവും അധികം ശക്തിമത്തായ സംഭാവന നൽകിയ വ്യക്തിത്വങ്ങളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണകളിരമ്പുന്ന ആ സാംസ്കാരിക വച്ചു പുലർത്തുന്ന ധീവരസഭയുടെ 50-ാം വാർഷികമാണ് നമ്മളിന്ന് കേരളം കണ്ടത്. അതിനെ ഏറ്റവും കൃത്യമായി അഭിനവ നരേന്ദ്രൻ, അതായത് ഭാരതത്തിന് വേണ്ടിയിട്ട് മറ്റൊരു നരേന്ദ്രൻ ജന്മമെടുത്തു. ആ നരേന്ദ്രനിലൂടെ തന്നെ അതിൻ്റെ ആ വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള പ്രഭാഷണം നടത്തുവാൻ കഴിഞ്ഞു എന്നത് വളരെ വലിയ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി എന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷവും കൂടിയാണത്. എങ്ങനെ തോന്നുന്നു? എന്തു പറയുന്നു? തീർച്ചയായിട്ടും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ധീവരസഭയുടെ 50-ാം വാർഷിക സമ്മേളനം. അദ്ദേഹം ഏതാണ്ട് 12:30 കൊച്ചിയിലേക്ക് എത്തിയത്. പിന്നീട് അദ്ദേഹം നേരെ ധീവരസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടിയുണ്ട്. അതിനുശേഷം NDA യോഗത്തെ അഭിസംബോധന ചെയ്യും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരിപാടികൾ. ഒരുപക്ഷെ നമ്മളിത് എയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 3 മണിയോടുകൂടി അദ്ദേഹം ദില്ലിക്ക് തിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളിലുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടി തന്നെ ഏറ്റവും ശ്രദ്ധേയമായത് ജനപങ്കാളിത്തം കൊണ്ടാണ്. ധീവരസഭ എന്ന ഒരു സംഘടനയുടെ സംഘടനാ ബലം എത്രത്തോളമാണ്, സമൂഹത്തിൽ എത്രത്തോളമാണ് ഈ സംഘടനയുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിൽ ജനസഞ്ചയം പ്രധാനമന്ത്രിയുടെ പരിപാടിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ പരിപാടി നടന്ന ആ സ്ഥലം മുഴുവൻ ധീവരസഭ അംഗങ്ങളെ കൊണ്ട് നിറയുന്നു. അതിനുശേഷം അതിനുമപ്പുറത്തേക്ക് ആ സമ്മേളന വേദിയിലേക്ക് കയറാൻ പോലും ആകാതെ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അതിന് പുറത്ത് നിൽക്കുന്നതും നമ്മൾ കണ്ടു. ഇത് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിൽ എടുത്തു പറയുകയും ചെയ്തു. ഞാൻ ഇത്രയും വലിയൊരു ജനസംഗമം, അഖില കേരള ധീവരസഭയുടെ ഒരു പരിപാടി, അതിനകത്ത് ഇത്രയും ജനസഞ്ചയം തന്നെ കേൾക്കാനായി വന്നു എന്നുള്ളത് അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിത സ്വപ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ് വന്നത് എന്ന് പറഞ്ഞാൽ വികസന രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാൻ ധീവരസഭയും അതിൻ്റെ അംഗങ്ങളും തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ചിത്രം നൽകിയ ഒരു സമ്മേളനമാണ് ഇന്ന് നടന്നുപോയത്. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കേരളത്തിൽ ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ BJP ഒരു സവർണ പാർട്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ കണക്കുകൾ അങ്ങനെ അല്ലെങ്കിലും സവർണ പാർട്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സമൂഹത്തിലെ ഉന്നത ജാതീയരായിട്ടുള്ള ആളുകൾ മാത്രം ഭാരവാഹികളാവുകയും ഉന്നത ജാതീയരായിട്ടുള്ളവർ മാത്രം പ്രവർത്തകരായും അനുഭാവികളുമായിട്ടൊക്കെയുള്ള പാർട്ടി എന്നാണ് ഇത് വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ടത് BJPയെക്കുറിച്ച്. പക്ഷേ അത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നൊരു വലിയ ദൗത്യം ഈ കാലയളവിൽ BJPയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഏറ്റെടുത്തു. അത് ഏതാണ്ട് സഫലതയിലേക്ക് എത്തുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ധീവരസഭ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ മക്കളുടെ സംഘടനയാണ്. അവർ ഈ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരെ ജാതീയമായും മതപരമായും ഒക്കെ ഒട്ടനവധി ആളുകൾ ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇവരിൽ ഒരു വലിയ വിഭാഗത്തെ മറ്റ് ഇരു മതവിഭാഗങ്ങളും അടർത്തിയെടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. മതപരിവർത്തനവും നിർബന്ധിതവും പ്രലോഭനത്തിൽപ്പെടുന്നതുമായ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം അങ്ങനെ അവരുടെ സ്വത്വം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആ പഴയ സ്വത്വം മുറുകെ പിടിച്ചുകൊണ്ട്, ആ ജീവിതശൈലി മുറുകെ പിടിച്ചുകൊണ്ട് എന്നും ഈ സനാതനധർമ്മത്തോട് ഒപ്പം നിന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ധീവരസഭയിലെ അംഗങ്ങൾ. അവർ വികസന രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അടിസ്ഥാന വർഗ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന 50-ാം വാർഷികാഘോഷത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ തങ്ങളുടെ സംഘടനയുടെ കരുത്ത് കാട്ടുന്നു. അത് പ്രധാനമന്ത്രിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ. ഞാൻ ആ സംഘടനയുടെയോ അല്ലെങ്കിൽ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ
ഇന്നിപ്പോൾ ഈ നമ്മൾ കൊച്ചിയിൽ കണ്ട ഒരു പുരുഷാരവം ഭാരത് മാതാ കി ജയ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കുമ്പോൾ അത് കടലിൻ്റെ മക്കൾ ഏറ്റുവാങ്ങുകയാണ്. കടലിൻ്റെ മക്കൾക്ക് നമസ്കാരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളത്തിൽ പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഹർഷാരവമാണ് മുഴങ്ങിയത്. തുടർന്ന് അദ്ദേഹം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെയാണ് NDA സർക്കാർ ചെയ്തത് എന്ന് നമ്മുടെ മലയാളിയായ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജോർജ് കുര്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു. ഇത് വലിയൊരു ചലനമാണ് കേരള രാഷ്ട്രീയത്തിൽ ചെലുത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, പണ്ടൊക്കെ കടലിൻ്റെ മക്കൾ കടലിലേക്ക് പുറംകടലിലേക്ക് പണിയെടുക്കാൻ പോകുമ്പോൾ അവർ തിരിച്ചു വരുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കയായിരുന്നു. വീടുകളിൽ അവർ കണ്ണിൽ എണ്ണയൊഴിച്ച് ഇവരെ കാത്തിരിക്കുമായിരുന്നു. കാരണം സുരക്ഷ അത്രമാത്രം മോശമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഈ പറയുന്ന കടലിൽ പണിയെടുക്കുന്ന ആളുകളുടെ, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി തൻ്റെ സർക്കാർ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സാറ്റലൈറ്റ് കേന്ദ്രീകൃതമായ ഏതാണ്ട് 7000-ഓളം ട്രാൻസ്പോണ്ടറുകൾ ഈ കേരളത്തിൽ മാത്രമായിട്ട് വിതരണം ചെയ്തിട്ടുണ്ടെന്നും ഏതാണ്ട് 4500-ഓളം വരുന്ന ട്രാൻസ്പോണ്ടറുകൾ ഇതിൽ പ്രവർത്തനക്ഷമമായി തുടങ്ങിയിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം കണക്കുകൾ സഹിതം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. മാത്രമല്ല, ഈ തീരദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അങ്ങനെയൊക്കെ നിരവധി പദ്ധതികൾ ഇവർക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഒരുക്കി. ഈ അടുത്ത കാലത്ത് സമുദ്രോൽപ്പന്ന കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഈ അമേരിക്കയുടെ ഉപരോധം അല്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചതൊക്കെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിരുന്നു. പക്ഷെ അതിനൊക്കെ ബദൽ മാർഗം കണ്ടെത്തുകയും ഏറ്റവും ഒടുവിലായ അമേരിക്കയെ കൊണ്ട് തന്നെ ആ തീരുവ പിൻവലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം, അത് ഈ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്നതാണ്. ഈ മേഖലയിൽ തൊഴിലുകൾ സൃഷ്ടിക്കാനും ഈ മേഖലയിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ ദാരിദ്ര്യത്തിന് മുകളിലേക്ക് കൊണ്ടുവരുവാനും തൻ്റെ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ എണ്ണി പറയുമ്പോൾ ആ ധീവരസഭ അംഗങ്ങൾ, ആയിരക്കണക്കിന് ധീവരസഭ അംഗങ്ങൾ നെഞ്ചിലേറ്റുകയാണ്, ആ വാക്കുകളെ നെഞ്ചിലേറ്റുകയാണ് ചെയ്തത്. ഇത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നം എന്ന നിലയിൽ, ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും BJPക്ക് വലിയ ഗുണം ചെയ്യും. സവർണ പാർട്ടി അല്ലെങ്കിൽ സമൂഹത്തിലെ ഉയർന്ന ആളുകൾ മാത്രമല്ല, ഏറ്റവും അടിസ്ഥാന ജനവിഭാഗം കൂടി BJPക്കൊപ്പം പോകുന്നു എന്നുള്ളത് ഇതര സംഘടനകളെ, ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ഇതര സംഘടനകളെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തീർച്ചയായിട്ടും. ഈ ധീവരസഭ എങ്ങനെയാണ് BJPയോടൊപ്പം വന്നത് എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്ക് വളരെ സന്തോഷകരമാണ്. കാരണം കഴിഞ്ഞ തിരുവനന്തപുരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അന്ന് രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഭാഗത്തേക്ക്, ആരുമില്ല അവരെ കാത്തു സംരക്ഷിക്കാൻ, വിഴിഞ്ഞം ഭാഗത്തേക്ക് പോവുകയും അവർക്ക് ധൈര്യം കൊടുക്കുകയും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നടപ്പിലാക്കി കാണിക്കുകയും ചെയ്തു. ഇനി മുനമ്പത്തേക്ക് പോയാൽ അവിടുത്തെ ജനതയോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് BJP മാത്രമേ തയ്യാറായുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അവരുടെ സ്വത്തുവകൾ തിരിച്ച് അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് BJP മാത്രമാണ് അവർക്കും ഉണ്ടായിരുന്നത്. വളരെ വലിയ സാംസ്കാരിക ചരിത്രം അവകാശപ്പെടാവുന്ന ഒരു ജനവിഭാഗമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പ്രളയത്തിൻ്റെ സമയത്ത് അവരുടെ കരുത്ത് മലയാളി കണ്ടതാണ്. മലയാളിയുടെ ജീവൻ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് അവരുടെ ഏത് പടുകുഴിയിൽ നിന്നും അവരെ സംരക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്ന കരുത്തുറ്റ ജനതയാണ്. പക്ഷേ അവരെ പല കാര്യങ്ങളിലും പിന്നീട് നമ്മുടെ ഭരണകർത്താക്കൾ കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ്. ഈ ഓക്കിയുടെ സമയത്തൊക്കെ, മുന്നേ ഓക്കിയുടെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കിയുടെ സമയത്ത് അവരെ തീർത്തും കൈയൊഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് പോയപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അന്നവർ നേരിട്ടത് പങ്കായം കൊണ്ടാണ്. ഓടി രക്ഷപ്പെടുകയായിരുന്നു അന്ന് പിണറായി വിജയൻ. അങ്ങനെ അവരുടെ ആ കലുഷിതമായ അന്തരീക്ഷം ഒന്ന് തണുപ്പിച്ചത് അന്ന് നിർമ്മലാ സീതാരാമനാണ്. നിർമ്മലാ സീതാരാമൻ ചെന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. ഒരു അമ്മയെ സ്വീകരിക്കുന്നത് പോലെ ആ കടലിൻ്റെ മക്കൾ അവരെ സ്വീകരിച്ചു. അതെ, അങ്ങനെ ആ രീതിയിൽ കൊടുത്താൽ അത്രയധികം നന്ദിയോടുകൂടി സ്മരിക്കുന്ന ഒരു ജനവിഭാഗം നമുക്ക് അപൂർവമായിട്ട് കാണുന്ന, അത്രയേറെ ഒരല്പം സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ കോടിയോളം, കടലോളം സ്നേഹം തിരിച്ചു തരുന്ന ഒരു ജനവിഭാഗമാണ് ധീവരവിഭാഗം. അങ്ങനെ അത്രയധികം കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യത്തെ എടുത്തുയർത്തുന്ന ഇന്ന് അവരുടെ കരഘോഷം, അവരുടെ സാംസ്കാരികത ഇന്ന് കേരളത്തിൻ്റെ മുഖത്ത് നോക്കി അവർ കാണിച്ചതാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വരുംകാല പുരോഗതിക്ക് അവർ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കും എന്നത് ഉറപ്പാണ്.
തീർച്ചയായിട്ടും പണ്ഡിറ്റ് കറുപ്പനെയും അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയ്യയും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം അത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വലിയ ചലനം സൃഷ്ടിക്കും. സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് പടർന്നു കയറുക എന്ന BJPയുടെ ലക്ഷ്യത്തിന് ഊർജം പകരുകയും ചെയ്യും. നമസ്കാരം.